ലിസബത്ത് സോയിലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചെറുനാരങ്ങ അച്ചാറാണ്. അപ്പോൾ ചെറുനാരങ്ങ അച്ചാർ പല രീതിയിലും നമുക്ക് തയ്യാറാക്കാം. ഞാൻ സ്റ്റീം ചെയ്തിട്ടുണ്ട്, അതുപോലെ എണ്ണയിൽ വാട്ടിയിട്ട് ചെയ്യാറുണ്ട്. ഇതുപോലെ നാരങ്ങ അച്ചാറിട്ടാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും നഷ്ടപ്പെടുന്നില്ല. ആ ജ്യൂസും പുറത്ത് പോവില്ല, പിന്നെ അതിൻ്റെ ഒരു പുറത്തെ തോലിൻ്റെ ഒരു ചെനചൊവ്വയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നഷ്ടമാകുന്നില്ല. എല്ലാ ഗുണങ്ങളും ഉണ്ട് ഇതിൽ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇട്ട് അന്ന് തന്നെ നമുക്കിത് കഴിച്ചു തുടങ്ങാം കേട്ടോ. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ ഇരുന്നാൽ മതി. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഇത് അലുത്ത് വരും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പിന്നെ ഇതുപോലെ നിങ്ങൾ അച്ചാർ ഇടണമെന്നില്ല, അല്ലാതെ തന്നെ നിങ്ങൾ സാധാരണ ഇടുന്ന പോലെ സ്റ്റീം ചെയ്തിട്ടോ എണ്ണയിൽ വട്ടിയിട്ടൊക്കെ ഇട്ട് നോക്കാം. പക്ഷെ ഞാൻ ഇട്ട് ഇതേ രീതിയിൽ തന്നെ വേണം ബാക്കി ഇൻഗ്രീഡിയൻസും ചെയ്യേണ്ട രീതികളും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഇടുകയാണെങ്കിൽ. പിന്നെ കയ്പ്പ് ഓരോ നാരങ്ങയെ ആശ്രയിച്ചിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും ചെറുനാരങ്ങ അച്ചാർ ഇടുമ്പം നല്ല പഴുത്ത നാരങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ അച്ചാറിടാനായിട്ട് 1 കിലോ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നന്നായിട്ട് കഴുകി വെള്ളമൊന്നുമില്ല തുടച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസൊക്കെ പറയാം. ഒരു 5 പച്ചമുളക്, ഒരു 4 ബോൾ വെളുത്തുള്ളി, ഒരു 3 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി. അത് നീളത്തിൽ കീറണം. വെളുത്തുള്ളി ഒത്തിരി ചെറുതാക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചി കുറച്ച് നൈസായിട്ട് തന്നെ കീറിയെടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില എന്തോരം ഉണ്ടെങ്കിലും നല്ലതാണ്. ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ അത് കീറി ഇടേണ്ട ആവശ്യമൊന്നുമില്ല, അതുപോലെ തന്നെ ഇടാം. ഒത്തിരി വലിപ്പം ഉണ്ടെങ്കിൽ അതൊന്ന് 2 ആക്കുക, അല്ലെങ്കിൽ 4 ആക്കുക. അങ്ങനെ കട്ട് ചെയ്താൽ മതി. 5.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങൾക്ക് എരിവുള്ള പൊടി വേണമെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. 1.5 ടേബിൾ സ്പൂൺ കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കടുക്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണയൊക്കെ കുറച്ച് അധികം ചേർക്കണം കേട്ടോ. ഞാനിവിടെ ഈ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ചേർക്കുന്നത്, നല്ലെണ്ണയൊന്നും ചേർക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ഈ നല്ലെണ്ണയൊക്കെ വാങ്ങുമ്പോൾ അതിനൊരു ചുവയുണ്ട്, അപ്പോൾ അത് കൊള്ളത്തില്ല. അതിൽ നല്ലത് വെളിച്ചെണ്ണ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണയിൽ അച്ചാറിടുന്നത്. പിന്നെ 1 കപ്പ് വിനീഗർ വേണം, 1 കപ്പ് വെള്ളം, പാകത്തിന് ഉപ്പ്, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടാണ് ഞാൻ അച്ചാറിടുന്നത്. എനിക്ക് ആ ടേസ്റ്റാണ് ഇഷ്ടം, പുളിപ്പും മധുരം എല്ലാം കൂടെ വരുന്നത്. ഇനി നിങ്ങൾക്ക് മധുരം ഇടാതെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടേക്കുവാണ്. പക്ഷെ നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ശരിക്കും നാരങ്ങയ്ക്ക് 5 ടേബിൾ സ്പൂൺ മധുരം ചേർക്കണം. അത് അത്രയ്ക്ക് മധുരമൊന്നും എടുത്തറിയത്തില്ല, നല്ല പുളിപ്പൊക്കെ ഉണ്ട്. നമ്മളൊട്ടും ഇതിൻ്റെ ജ്യൂസ് കളഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പുളിപ്പുണ്ട്. പിന്നെ നമ്മൾ വിനീഗറും ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ 5 ടേബിൾ സ്പൂൺ ഇടുകയാണ് നല്ലത്. ഈ നാരങ്ങയിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ. കഴുകിയിട്ട് നല്ലതുപോലെ തുടച്ച് തന്നെ എടുക്കണം. അത് കഴിഞ്ഞ് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. ഞാനിവിടെ 4 ആക്കുന്നേ ഉള്ളൂ. 4 ആക്കോ 6 ആക്കോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനകത്തുള്ള കുരു നമ്മൾ എടുത്ത് കളയണം. പിന്നെ നടുക്ക് ഇങ്ങനെ ഒരു വെള്ള കളറിലൊരു ഇതുണ്ട്, ആ ഭാഗം കൂടെ വേണമെങ്കിൽ കട്ട് ചെയ്യുക. അത് അങ്ങ് കട്ട് ചെയ്യുമ്പം കുരു എടുക്കാനൊക്കെ എളുപ്പമുണ്ട്. അപ്പോൾ എന്തായാലും കംപ്ലീറ്റ് കുരു നമ്മൾ ഇതിൽ നിന്ന് മാറ്റുക. ഇത് ഈ വേവിക്കാത്ത നാരങ്ങ ആയതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ല എളുപ്പമുണ്ട്. ബാക്കി ഇരിക്കുന്ന നാരങ്ങ കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കുരുവെല്ലാം കളഞ്ഞെടുക്കാം. നാരങ്ങയെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, ഇത്രയും കുരുവൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കളയാം. ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒത്തിരി അങ്ങനെ ഉപ്പിടണ്ട, 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്താൽ മതി. ഇപ്പം ഈ നാരങ്ങയ്ക്ക് കൂടാനുള്ള ഉപ്പ്. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിതൊന്ന് നല്ലതുപോലെ കവർ ചെയ്യണം. ഈ ചെരുവത്തിനുള്ളിലേക്ക് ഒട്ടും വെള്ളം കിടക്കരുത്, ആ രീതിയിൽ വേണം നമ്മളിത് കവർ ചെയ്ത് വയ്ക്കേണ്ടത്. ഇനി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പം നമ്മളതിലേക്ക് ഈ ചെരുവം ഇറക്കി വയ്ക്കാം. അതിന് ശേഷം വീണ്ടും ഇതൊരടപ്പ് വെച്ചിട്ട് നല്ലോണം അടച്ചു വയ്ക്കുക. 40 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിത് വേവിച്ചെടുക്കുകയാണ്. ഇപ്പം നാരങ്ങ വേവിക്കാൻ വെച്ചിട്ട് 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ തുറന്ന് നോക്കുമ്പം
ഈ ഫോയിലിൻ്റെ മുകളിലൊക്കെ വെള്ളം ഉണ്ടാവും. അത് നമ്മൾ ഒരു തുണിയോ ടിഷ്യൂ വെച്ചിട്ട് അതൊന്ന് തുടച്ച് കളയണം. വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇത് എടുത്ത് മാറ്റാം. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. നാരങ്ങയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഒട്ടും ജ്യൂസ് പുറത്തും പോയിട്ടില്ല, ഇതിനുള്ളിൽ വെള്ളവും കിടന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിനി അച്ചാർ തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പ് വയ്ക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞ് എടുത്തു വച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുകും കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ബാക്കിയിരിക്കുന്ന കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റുക എന്ന് പറഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്കിത് കുറച്ച് പെട്ടെന്ന് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി കളറ് മാറണ്ട, ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ നിന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയുടെ പാകത്തിന് മൂപ്പായിട്ടുണ്ട്. ഇതിൻ്റെ കളറ് മാറേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ലാസ്റ്റ് കുറച്ച് കടുക് ഉണ്ടാവും. ആ കടുകും കൂടെ നമുക്കിതിലേക്ക് കോരി മാറ്റാം. ഫ്ലെയിം ഓണാക്കാതെ തന്നെ നമുക്കിതിലേക്ക് ബാക്കിയിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓണാക്കാം. ലോ ഫ്ലെയിമിൽ വയ്ക്കാം. മുളക് പൊടി നല്ലതുപോലെ മൂക്കണം. ഒട്ടും പച്ചച്ചുവയൊന്നും പാടില്ല. എന്നാൽ കരിയാതെ ശ്രദ്ധിക്കുകയും വേണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത് കേട്ടോ. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് വഴറ്റാം. ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പച്ചച്ചുവയൊക്കെ പോയിട്ടുണ്ട് മുളകിൻ്റെ. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് വിനീഗറും 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. പിന്നെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. തിളച്ച് പതുക്കെ അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. അത്രയും നേരം തിളപ്പിക്കുക. ഈ സമയം ഈ ഗ്രേവിയുടെ ഉപ്പും പുളിയും മധുരവും എല്ലാം ഒന്ന് നോക്കണം. ഇപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കണം ഈ ഗ്രേവിക്ക്. ഇപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഈ മസാലയുടെ ചൂട് നല്ലതുപോലെ ആറിയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നാരങ്ങയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം വേണമെങ്കിൽ വേണ്ടവർക്ക് പിന്നെയും വേണമെങ്കിൽ ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചേർക്കുക. ഞാൻ എന്തായാലും 5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മധുരമൊന്നും അങ്ങനെ ഒത്തിരി എടുത്ത് അറിയത്തില്ല കേട്ടോ. ഇത്രയും പുളിയുണ്ടല്ലോ, അതുകൊണ്ടത് പാകത്തിനായിരിക്കും. ഇനി നമ്മളിത് ചൂടാക്കുകയൊന്നും ചെയ്യണ്ട. ഇനി നമ്മൾ നല്ലൊരു ഭരണിയിൽ അടച്ചങ്ങ് വയ്ക്കുക. ഇതിപ്പോൾ തന്നെ നമുക്ക് കൂട്ടിത്തുടങ്ങാം. കാരണം ഒരുവിധം വെന്തിട്ടുണ്ടല്ലോ. അത് തന്നെയല്ല, ഗ്രേവിക്ക് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത് സാധാരണ ഇടുന്നതിലും ഒരു വ്യത്യാസ രീതിയിലാണല്ലോ ഇത്. ഇന്നത്തെ നാരങ്ങ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.